അമ്മയ്ക്ക് ഏത് നേരത്താണോ അയാളെ? അമ്മ അമ്മയുടെ എന്ത് ചെയ്യാ? ഞാൻ ഏട്ടത്തിനെ കാണാൻ വരുമായിരുന്നു. അപ്പോഴാ ഇവള് വിളിച്ചത്. അമ്മ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കല്ലായിരുന്നോ? നീ വന്നേ. ഇവള് ഓരോന്ന് ചുമ്മാ പറയേട്ടത്തി. അച്ഛന് സുഖം തന്നെയല്ലേ അച്ഛാ? ഏട്ടത്തിക്ക് സുഖം തന്നെയല്ലേ? എനിക്കും സുഖവാ. എന്നാ ദേവു വാ. നമ്മൾ എന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞെന്ന് കേൾക്കാൻ വന്നതാ അവള്. മോളെ, എപ്പോഴും ചുറ്റിലൊരു കണ്ണു വേണം. ആരും അറിയരുത്. നമുക്ക് ഒരു മറുപടി കൊടുക്കാൻ പറ്റാതെ ആയി. അവള് കേറി വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാം അറിഞ്ഞേനെ. അവര് പറയാൻ വന്നതാ, ഇത് ഒരാളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, അച്ഛനെയും അമ്മയെയും മോളെയും ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. എന്നാലും അതെന്തായിരിക്കും അങ്ങനെ ഒരു വിഷയം? ഇനി കുടുംബത്തോടെ ആരെങ്കിലും പറ്റിച്ചിട്ട് വന്നതായിരിക്കോ? നീ മുറിയുടെ വെളിയിൽ വന്നത് എൻ്റെ സുഖവിവരം അന്വേഷിക്കാനാണോ, അതോ ഞാനും അച്ഛനും എന്താ സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞെന്ന് കേൾക്കാനോ? സുഖവിവരം അന്വേഷിക്കാൻ വന്നതാന്ന് പറഞ്ഞാ ഏട്ടത്തി വിശ്വസിക്കൂ? ഇല്ല. അപ്പൊ ഒളിഞ്ഞെന്ന് കേൾക്കാൻ വന്നതാ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് കേൾക്കാം. നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? പിന്നെ ആ രഘു നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? എല്ലാം ഞാൻ കണ്ടുപിടിക്കും. ഇതൊക്കെ അറിഞ്ഞാൽ നീ താങ്ങൂടി. ഓ, അപ്പൊ താങ്ങാൻ പറ്റാത്ത അത്രയും കനമുള്ള വിഷയമാണ്. കുറച്ച് കനമുള്ള വിഷയമാണെന്ന് തന്നെ കൂട്ടിക്കും. അഞ്ജു, ഇന്നാ ഇതെന്താ അമ്മ? നീ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞിരുന്നു. ഞാൻ മാത്ര? അതെ, അപ്പൊ അവള് കൊടുത്തു വിട്ടതാ നിനക്ക്. വയ്യാതിരിക്കുന്നതോടെ കൊണ്ടാ, അല്ലെങ്കിൽ അവള് നേരിട്ട് വന്ന് തരാനിരുന്നതാ. അതൊന്നും സാരമില്ല അമ്മ. അഞ്ജു, നീ യാത്രകളെ കുറച്ച് കൂടുതൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നന്നായിട്ട് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം ഈ സമയത്ത് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മ. അമ്മയുടെ മോന്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് അമ്മ പറഞ്ഞോണ്ട് മാത്രാ, ഒരു കുഞ്ഞിനെ മാത്രം മതി എന്ന് പറഞ്ഞോണ്ടിരുന്ന ഞാൻ ഒന്നുകൂടി പ്രസവിക്കാന്ന് വിചാരിച്ചത്. അതെനിക്കറിയാം, അതുകൊണ്ടാണ് നിന്നോട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയാ നിങ്ങൾ രണ്ടുപേരും കൂടി ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. നീ കേൾക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇത് പറഞ്ഞത്. എനിക്ക് നിന്നോട് കുറച്ച് സ്നേഹം ഉണ്ടായിരുന്നു, അത് നീയായിട്ട് തന്നെയല്ലേ ഇല്ലാണ്ടാക്കിയത്. അമ്മ മറന്നുപോയതാണെങ്കിൽ ഓർമ്മിപ്പിക്കാൻ ഞാനൊരു കാര്യം പറയാം. എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങേരുടെ നിർബന്ധത്തിലാ അമ്മ എന്നെ സ്വീകരിച്ചത്. എന്തെങ്കിലും ഒരു സമാധാനം അമ്മ എനിക്ക് തന്നിട്ടുണ്ടോ? ഞാൻ പഠിക്കാൻ ഇവിടുന്ന് ഇറങ്ങിയാലും അത് മുടക്കാനല്ലേ അമ്മ ശ്രമിച്ചിട്ടുള്ളൂ.